ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് ഫസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു ഉച്ചയൊക്കെ ആയപ്പോൾ നമ്മൾ കിച്ചണിൽ കയറിയിട്ട് ഒരു 2:30 ടൈം ആയപ്പോൾ നമ്മൾ കിച്ചണിൽ കയറി നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫസ്റ്റത്തെ നോമ്പല്ലേ, അപ്പോൾ നമുക്കൊന്ന് നേരത്തെ പണികളൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം കിച്ചണിലൊക്കെ കയറി പഴംപൊരിക്കുള്ള മാവും പിന്നെ ഉള്ളി ബജിക്കുള്ള മാവൊക്കെ തയ്യാറാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴംപൊരിക്കുള്ള മാവൊക്കെ സെറ്റാക്കി വെച്ച് പഴമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ ടൈമിൽ സിസ്റ്റർ ജ്യൂസ് അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളി ബജിക്കുള്ള മാവും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴത്തേനും നമ്മുടെ ഗ്രേപ്സ് ജ്യൂസാണ് കേട്ടോ ഒന്ന് നമ്മൾ നോമ്പ് തുറക്കി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതിന് ശേഷം പിന്നെ നമ്മുടെ ഫ്രൂട്ട്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആ ചെറിയ പണികളൊക്കെ ഫസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ആ ഫ്രൂട്ട്സ് കട്ടിങ്ങൊക്കെ ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് സബോളയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് നന്നാക്കി വെക്കണമായിരുന്നു. അതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചു. നമ്മൾ നേരാക്കി വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ കഴുകിയിട്ട് പിന്നെ നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് ചതച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കും. പിന്നെ നമുക്ക് നേരാക്കി വെച്ച സബോളയും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്ക് ഈ സബോള കട്ട് ചെയ്ത് പിന്നെ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ പിന്നെ അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എണ്ണക്കടി ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കേട്ടോ. പിന്നെ നമ്മൾ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ എണ്ണക്കടിക്ക് ഉള്ളത് ആദ്യം നമ്മൾ പഴംപൊരി ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് മറ്റേ ഉള്ളി ബജി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം പഴംപൊരിക്കുള്ളതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഉള്ളി ബജിക്കുള്ളതൊക്കെ മാവൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മുരിച്ചെടുത്തു കേട്ടോ. എണ്ണക്കടികളുടെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ വേഗം ഞാൻ മാവ് വാട്ടാനുള്ള വെള്ളമൊക്കെ വെച്ച് തിളച്ച് വന്നപ്പോൾ മാവൊക്കെ വാട്ടി സെറ്റാക്കി ചൂടാറാൻ വെച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കേട്ടോ. പിന്നെ വേഗം സബോളയൊക്കെ ഇട്ടൊന്ന് വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതായിരിക്കും ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തു. അതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ പച്ചമണം പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് നമ്മുടെ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടു. അങ്ങനെ തക്കാളിയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ നമ്മൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ നമ്മുടെ വേഗം നമ്മൾ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് അതിന് ശേഷം മസാലകൾ ഇട്ട് കൊടുത്തു. അതിന് ശേഷം പിന്നെ ചിക്കനിലേക്ക് ഇട്ടിട്ട് നമ്മൾ പിന്നെ അത് സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ അതവിടെ കിടന്ന് ആവട്ടെ. ആ ടൈമിൽ ഞാൻ പോയിട്ട് വേഗം ഞാൻ നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തു. അതിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉമ്മ മാവൊക്കെ ചൂടാറിയതിന് ശേഷം ഉമ്മ മാവൊക്കെ കുഴച്ച് പരത്താൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ആ ടൈമിൽ ഉമ്മ പരത്തിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ സിസ്റ്റർ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ ഏകദേശം പിന്നെ നമ്മുടെ നോമ്പ് തുറക്കാനൊക്കെ ആയിട്ടോ. അപ്പോൾ നമ്മൾ അതിന് ശേഷം പിന്നെ നമുക്ക് ബാങ്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പെടുക്കുകയാണ്. മക്കളൊക്കെ അതിൻ്റെ ഇടയിൽ ബാങ്ക് കൊടുക്കണേനാട്ടി മുന്നേ വെള്ളവും നമ്മുടെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കറിയില്ലല്ലോ നോമ്പിൻ്റെ കാര്യങ്ങളൊന്നും, കുഞ്ഞു മക്കളല്ലേ. അപ്പോൾ പിന്നെ അവരൊക്കെ ഇങ്ങനെ ഇരുന്ന് നോമ്പ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ഇപ്പോൾ എന്താ ഇപ്പോൾ എല്ലാം അവർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ തണുപ്പുള്ള ജ്യൂസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ കണ്ടപ്പോൾ അവർ മാക്സിമം മുതലാക്കുന്നുണ്ട് കേട്ടോ കുടിച്ചിട്ട്. പിന്നെ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറന്നു. അങ്ങനെ നിസ്കരിക്കാനൊക്കെ പോയിട്ടോ. ഈ നോമ്പിന് നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യത്തെ നോമ്പല്ലേ, അപ്പോൾ നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമുക്ക് ദാഹം ഉണ്ടാവുമല്ലോ, നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ നല്ല ദാഹം ഉണ്ടാവും. കുറേ വെള്ളം കുടിക്കണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ. പിന്നെ എല്ലാം കൂടി അങ്ങോട്ട് കാണുമ്പോൾ നമുക്ക് ഒന്നും കഴിക്കാനും ഒന്നും കുടിക്കാനൊന്നും തോന്നില്ല. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് നോമ്പ് തുറന്നു. കുറച്ചൊക്കെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേനും നമ്മുടെ വയറൊക്കെ അങ്ങനെ നിറയും കേട്ടോ. നോമ്പ് തുറക്കുമ്പോൾ നമ്മൾ വെള്ളവും പിന്നെ നമ്മുടെ എണ്ണക്കടിയും ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മഗ്‌രിബ് നിസ്കാരവും ഇശാ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ ചായയും പത്തിരിയും അങ്ങനത്തെ ഐറ്റംസൊക്കെ കഴിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഫസ്റ്റ് നോമ്പ് തുറ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവരാരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബായ്.